ഇപ്പോൾ സംയുക്ത സമരസമിതി കൺവീനർ ടി.ജി. ഗോപിനാഥൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഗോപിനാഥൻ, നോക്കൂ, നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഗതാഗത മന്ത്രിയുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറെടുക്കുകയാണ്. ഈ ഒരു ചർച്ചയിൽ ഫലപ്രദമായ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണോ പ്രതീക്ഷ? തീർച്ചയായും ഗവൺമെന്റിന് അനുകൂലമായ തീരുമാനം ഉണ്ടാവും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ സ്വകാര്യ ബസ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനമാണ്. കൂടുതൽ ജനങ്ങൾ, ഒരു 70% യാത്രക്കാരും ഉപയോഗിക്കുന്നതാണ് സ്വകാര്യ ബസ്സുകൾ. അപ്പോൾ ഗവൺമെന്റ് സ്വകാര്യ ബസ് ഉടമകളോട് സമരം നടത്തുമ്പോൾ അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഗവൺമെന്റ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശ്രീ ഗോപിനാഥൻ, അതായത് ഇപ്പോൾ ഒരുപക്ഷെ ഈ സമരവുമായി മുന്നോട്ട് പോയേണ്ട സാഹചര്യമാണ് എങ്കിൽ ഇന്നത്തെ ഈ ഒരു മന്ത്രിയുമായി നടത്താൻ പോകുന്ന ചർച്ച അത് പരാജയപ്പെടുകയാണെങ്കിൽ എങ്ങനെയാകും മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനം? നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും സംസ്ഥാനത്ത് ബസ്സുകളൊന്നും തന്നെ നാളെ മുതൽ സർവീസ് നടത്തില്ല. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടായില്ല. കാരണം ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ നിങ്ങൾ ഈ സമൂഹത്തിനോട്, ഞങ്ങൾ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കുന്ന ഒരാവശ്യമാണ്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളിൽ കയറി യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഇപ്പോഴും 1 രൂപയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് 1 രൂപയ്ക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്താ? ഈ വിദ്യാർത്ഥികൾ അവർക്കൊരു വാഷ്റൂമിലേക്ക് ഇറങ്ങാൻ പോകണമെങ്കിൽ പോലും 5 രൂപയും 10 രൂപയും കൊടുക്കേണ്ട ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ബസ്സിൽ മാത്രം കയറിയാൽ 1 രൂപയ്ക്ക് കൊണ്ടുപോകണം എന്നുള്ള വിഷയം ഈ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? അപ്പൊ ഞങ്ങൾ ഈ സമരത്തിലെ ഈ സമൂഹം ഈ വിഷയം ചർച്ച ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ട് ഇത് ന്യായമാണോ, ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം ന്യായമാണോ എന്ന് ഗവൺമെന്റ് പരിശോധിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വിദ്യാർത്ഥികളെ ഈ ബസ്സിൽ കയറുന്ന 60% യാത്രക്കാർ വിദ്യാർത്ഥികളാ. സാധാരണ യാത്രക്കാരൊന്നും ഈ അടുത്ത കാലത്ത് സ്വകാര്യ ബസ്സുകളിൽ കയറുന്നില്ല. അവരൊക്കെ ഇപ്പോൾ സ്ത്രീ യാത്രക്കാർ ഉൾപ്പെടെ സ്കൂട്ടറുകളിലും സ്വന്തം വാഹനങ്ങളിലൊക്കെ യാത്ര തുടങ്ങി. ബസ്സുകളിൽ വെറും വിദ്യാർത്ഥികൾ മാത്രമായി. അപ്പൊ വിദ്യാർത്ഥികളെ മാത്രം കൊണ്ടുപോയി ഈ 96 രൂപ 1 ലിറ്റർ ഡീസലിന് വില കൊടുത്ത് ഈ വിദ്യാർത്ഥികളെ 1 രൂപയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടുപോയി എത്ര കാലം ഈ ബസ്സുകൾ ഉണ്ടാവും? ബസ്സുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? 32,000 ബസ് ഉണ്ടായിരുന്നു, ഇപ്പൊ 8,000 എത്തി നിൽക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും വിദ്യാർത്ഥികളെ യാത്രാ നിരക്കിൽ വർധനവില്ലാതെ ഞങ്ങൾക്ക് ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കൂടി പരിഗണിച്ച് ഗവൺമെന്റ് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ വർഷങ്ങളായിട്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ ഒരു കാരണവുമില്ലാതെ KSRTCക്ക് വേണ്ടി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുക. KSRTC ആണ് സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ KSRTCയുടെ കഥകളൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നല്ലേ? അത് സ്വന്തമായിട്ട് തന്നെ അവർക്ക് ഓടാൻ കഴിയാത്ത, നിലവിലുള്ള ബസ്സുകൾ പോലും ഓടിക്കാൻ കഴിയാത്ത KSRTC ഇനിയിപ്പോ സ്വകാര്യ ബസ്സുകൾ നല്ല രീതിയിൽ സർവീസ് നടത്തുന്ന റൂട്ടുകളിലും കൂടി ആ ബസ്സുകളെയും കൂടി ഏറ്റെടുത്താൽ നടക്കുന്നത് എന്താണ്ടാവാൻ പോണത്? ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉള്ള യാത്രാ സൗകര്യം നഷ്ടപ്പെടുന്നതല്ലേ? ഞങ്ങൾ പറയുന്നത് അത് തന്നെയാണ്. ഈ നാട്ടിലെ പൊതുസമൂഹം ഞങ്ങളുടെ സമരം ചർച്ച ചെയ്യട്ടെ, എന്നിട്ട് ജനം പരിഹരിച്ചിട്ട് ഗവൺമെന്റ് ജനത്തിനോട് സ്നേഹമുള്ള ഗവൺമെന്റ് ആണെങ്കിൽ ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കി തരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ മറ്റൊരു ആവശ്യം. ഞങ്ങൾ അന്യായമായ ഒരു ആവശ്യം ഈ സമരത്തിൽ ഉന്നയിച്ചിട്ടില്ല. ഞങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം, ഞങ്ങളുടെ തൊഴിലാളികൾ, ഞങ്ങൾ ഈ വിദ്യാർത്ഥികളെ രാവിലെ മുതൽ വൈകിട്ട് വരെയും രാവിലെയും വൈകിട്ടും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വീട്ടിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്ന ഈ തൊഴിലാളികളെ ഗുണ്ടകളുടെ ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ട് അവർക്കൊക്കെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന നമ്മുടെ നാട്ടിൽ മറ്റൊരു തൊഴിൽ മേഖലയില്ലാത്ത ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കൊടും ഭീകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പോലും ഒന്നും ഇല്ലാതെ നമ്മുടെ നാട്ടിൽ സർവീസ് നടത്തും, നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാനുള്ള സ്ഥിതി നിൽക്കുമ്പോൾ സ്വകാര്യ ബസ്സുകളിൽ മാത്രം ജോലി ചെയ്യുന്ന തൊഴിലാളികളോട് നിങ്ങൾ ECC കൊണ്ടുവന്ന് ബസ്സിൽ കയറാൻ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് തൊഴിലാളികൾ കിട്ടാത്തൊരു സാഹചര്യം വരും. ഇതൊക്കെ കണക്കൂട്ടി ഗവൺമെന്റ് ഞങ്ങൾ ഈ 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നാളെ മുതൽ അനിശ്ചിതകാലത്തേക്ക് ഞങ്ങൾ സർവീസ് നിർത്തിക്കാൻ നിർബന്ധിതമായി തീരും. അത് ഞങ്ങൾ ഗതാഗത മന്ത്രി അന്ന് അറിയിച്ചിട്ട് ഞങ്ങൾ ഇന്നത്തെ ചർച്ചയിൽ ഞങ്ങളത് പറയുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്നാൽ പോലും ഈ ചില മേഖലകളിലാണെങ്കിൽ പോലും ഈ KSRTC സൗകര്യം അടക്കമില്ലാത്ത മേഖലകളുണ്ടല്ലോ, സ്വകാര്യ ബസ്സുകളെ മാത്രം ആശ്രയിച്ചു പോകുന്ന മേഖലകൾ. ഈ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമ്പോൾ ജനജീവിതം വലിയ രീതിയിൽ തന്നെ ദുസ്സഹമാവുകയല്ലേ? അതിപ്പോ ഞങ്ങൾക്ക് ഈ സ്വകാര്യ ബസ് ഉടമകൾക്ക് തങ്ങളുടെ കിടപ്പാടം പണയം വെച്ചിട്ടും കയ്യിലുള്ള എന്തെങ്കിലും പണം ഗൾഫിൽ നിന്നൊക്കെ പോയി ഉണ്ടാക്കി കൊണ്ടുവന്ന പണങ്ങളൊക്കെ ചെലവാക്കിയിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ സേവിക്കണം, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തീർക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എത്രത്തോളം കാലം കഴിയുന്നു കൂടി നിങ്ങളൊന്ന് പരിശോധിക്കണം. അപ്പൊ അങ്ങനെ വെറുതെ ഞങ്ങളുടെ മേലിൽ ഞങ്ങൾക്ക് കഴുത്തിൽ തലയിൽ എടുക്കാൻ പറ്റാത്ത ഭാരം എടുത്തു വെച്ചാൽ കഴുത്തൊടിഞ്ഞു പോകില്ലേ? അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഞങ്ങളെ ഈ സാഹചര്യം തുറന്നാൽ മുന്നോട്ട് പോകില്ല. ഇത് പരിഗണിക്കേണ്ടതും പരിശോധിക്കേണ്ടതും ഗവൺമെന്റ് ആണ്.
ഞങ്ങൾ പരിപൂർണമായും സർക്കാരിന്റെ നിയന്ത്രണത്തിൽ ഓടുന്നവരാണ്. സർക്കാർ കാലങ്ങളിൽ വരുന്ന മുഴുവൻ സാമൂഹ്യ ബാധ്യതകളും നടത്തുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരു സ്വകാര്യ ബസ് ഒരു ദിവസം സർവീസ് നടത്തിയ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്ക് കിട്ടുന്ന എമൗണ്ട് നിങ്ങളൊന്ന് പരിശോധിക്കണം. ഞങ്ങൾ അടിക്കുന്ന 100 ലിറ്റർ ഡീസലിന് 2300 സെയിൽ ടാക്സും അതിന് പുറമെ ഞങ്ങളുടെ വാഹന നികുതി, ഞങ്ങൾ മറ്റ് GST ഒക്കെ അടക്കം വലിയ ഒരു സംഖ്യ സർക്കാരിന്റെ ഖജനാവിലേക്ക് നൽകുന്നവരാണ് ഞങ്ങൾ സ്വകാര്യ ബസ് ഉടമകൾ. ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളൊരു ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചൊരു സമരം ചെയ്യുമ്പോൾ അതിനെ ഒരു പരിഗണിക്കാതെ ഗവൺമെന്റ് അങ്ങനെ പിന്നാക്കം പോകുന്ന നടപടി സ്വീകരിച്ചാൽ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, യാതൊരു തർക്കവുമില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ ഗോപിനാഥൻ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.